പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും ദുബായിൽ സ്വീകരണമൊരുക്കി മലയാളി സംഘടന. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് ഊട്ട്മേത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിനിടെയാണ് രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച നൃത്തമത്സരത്തിൽ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും വൻ വരവേൽപ്പ് നൽകി. മെയ് 25-ന് ദുബായ് ഉദ്മേത്തിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി. പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ നൃത്തമത്സര വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സംഘടനയുടെ സാംസ്കാരിക പരിപാടി നിർത്തിവച്ചാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും സംഘാടകർ സ്വീകരണം ഒരുക്കിയത്. ഇവരെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. വേദിയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. കേരളത്തിലെ കോളേജുകളുടെ UAEയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം സ്വീകരണമൊരുക്കാനെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘടന. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തീരുമാനിച്ചിരുന്ന വേദിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളെന്നും ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു എന്നുമുള്ള പൊള്ളയായ വാദങ്ങളാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു വേദി കണ്ടെത്താനാകുമെന്ന കാര്യം പാടെ മറച്ചുവെക്കുകയാണ് അലൂമിനി അസോസിയേഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പരിപാടി സംഘടിപ്പിച്ചിട്ടും വേദി എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലടക്കം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും സംഘടന അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് വൻ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംഘാടകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്ന അഭിപ്രായവും സമൂഹമാധ്യമങ്ങളിൽ ഏവരും പങ്കുവയ്ക്കുന്നു. ജനം, ദുബായ്. ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ആരാണ് ഷാഹിദ് അഫ്രീദി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പഴയ സഹതാരം ഡാനിഷ് കനേരിയ. ഇവിടേക്ക് ക്ഷണിച്ചത് പഹൽഗാം ആക്രമണത്തിന് മുന്നേയാണെന്നും അവർ ക്ഷണിക്കാതെ വന്നതാണെന്നും രണ്ടു തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് അലുമിനി അസോസിയേഷൻ. വിവരങ്ങൾ. കൃഷ്ണരാജ്, അലുമിനി അസോസിയേഷന്റെ ഈ നീക്കം വലിയ വിവാദം ഇതിനകം തന്നെ മാറിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ചില എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിതപ്പുക എന്ന് പറയുന്നത് പോലെ ചില ന്യായീകരണവുമായി ഇപ്പോൾ ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം പഹൽഗാം ഭീകരാക്രമണം നടന്നത് കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ്. അതായത് ഏതാണ്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. 1.25 മാസമാകുന്നു ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. അതിനുശേഷമുണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരും പിന്നീട് നടന്നിട്ടുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. നിലവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി പ്രതിനിധി സംഘം എല്ലാ രാഷ്ട്രീയമായ എതിർപ്പുകളെയും മാറ്റിവെച്ചുകൊണ്ട് ആ പാർലമെൻ്ററി പ്രതിനിധി സംഘം ഇപ്പോൾ ഏതാണ്ട് 32ഓളം രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ശശി തരൂരിനെ പോലെയൊക്കെയുള്ള വ്യത്യസ്ത രാഷ്ട്രീയ ചേരിയിൽ BJP രാഷ്ട്രീയത്തിന് മറുവശത്തായി കോൺഗ്രസിൻ്റെ മുഖമായി നിൽക്കുന്ന തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ, AIMIMൻ്റെ നേതാവായിട്ടുള്ള ഒവൈസി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലും പാകിസ്ഥാനെ എതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള കൂട്ടം ആളുകൾ ഈ രീതിയിൽ മുഴുവൻ രാജ്യത്തിൻ്റെയും ഈ ഒരു വികാരത്തിന് മറുവശം നീക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ക്രിക്കറ്റ് താരങ്ങൾക്ക് ഇത്തരത്തിൽ സ്വീകരണം നൽകുന്ന ഒരു സംഭവം ദുബൈയിൽ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷാഹിദ് അഫ്രീദിയെ പറ്റി നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയാണ്. അഫ്രീദി ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിരുദ്ധത പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല, ഇയാളുടെ ഓരോ കാലഘട്ടങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഒരു പച്ചയായ മത തീവ്രവാദിയുടേതായിരുന്നു. അതായത് മുസ്ലിങ്ങൾക്കപ്പുറത്തേക്ക് വിശാലമായ രീതിയിൽ മറ്റു മതവിഭാഗങ്ങളെ കൂടെ നിർത്തുവാനോ അവരോട് സംസാരിക്കുവാനോ പോലും തയ്യാറാകാത്ത, മുസ്ലിം മാത്രമാണ് ശരിയെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് താരമാണ് ഷാഹിദ് അഫ്രീദി. ഇത് ഡാനിഷ് കനേറിയെ പോലെയുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ഹിന്ദു മതവിശ്വാസികളും അതല്ലെങ്കിൽ മറ്റു ഇതര മതവിശ്വാസികളും ഒക്കെ പലതവണ ഈ ഷാഹിദ് അഫ്രീദിയുടെ ശൈലി എങ്ങനെയാണ് എന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. സഹതാരങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അവർക്കൊപ്പം ആഹാരം കഴിക്കാനോ അവരോട് സംസാരിക്കാനോ പോലും തയ്യാറാകാത്ത ഒരു വർഗീയവാദിയാണ് ഇയാൾ. അങ്ങനെയുള്ള അഫ്രീദി എപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇയാളുടെ ഒരു പരാമർശം എന്നത് ഇന്ത്യയിൽ ഒരു പടക്കം പൊട്ടിയാൽ പോലും ഉടനെ അത് പാകിസ്ഥാനാണെന്ന് പറയും
എന്നതായിരുന്നു. മാത്രമല്ല ഈ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നടന്ന ഇന്ത്യ വിരുദ്ധ റാലികളിൽ, പ്രത്യേകിച്ച് ആ റാലികൾ നടത്തുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരല്ല എന്നത് ഓർക്കണം, അത് തീവ്രവാദ സംഘടനകളാണ്. ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെ പോലെയുള്ള അതിതീവ്ര ഇന്ത്യ വിരുദ്ധ നിലപാടും തീവ്ര മുസ്ലിം നിലപാടും സ്വീകരിക്കുന്ന ഇത്തരം സംഘടനകൾ നടത്തുന്ന റാലിയുടെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഷാഹിദ അഫ്രീദി ആയിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അഫ്രീദിയുടെ ശൈലി എന്താണ് എന്നതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിനാൽ തന്നെയാണ് ഇയാളുടെ യൂട്യൂബ് ചാനൽ ഉൾപ്പെടെ ഭാരതത്തിൻ്റെ സർക്കാർ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ക്രിക്കറ്റ് താരത്തെയാണ് ഇപ്പോൾ ഈ ദുബൈയിലെ മലയാളി അലൂമിനി അസോസിയേഷൻ, ക്യൂബ എന്ന പേരിട്ടിരിക്കുന്ന ഈ സംഘടന ക്ഷണിച്ച് അവർക്ക് സ്വീകരണം നൽകിയത്. ഒപ്പം ഉമർ ഗുൽ എന്ന പാകിസ്ഥാൻ്റെ പഴയ ഫാസ്റ്റ് ബോളറും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മെയ് മാസം 25-നാണ് ഈ സംഭവം പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതും ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നതും ഇപ്പോഴാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് നിരവധി പരാതികൾ ഈ പരിപാടിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വരുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. ഗൗതം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വലിയ ആഘാതമാണ് പാകിസ്ഥാൻ ഏൽപ്പിച്ചത്. അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തച്ചു തകർത്ത കാഴ്ചകൾ സൈന്യം തന്നെ പുറത്തുവിട്ടതാണ്. നോക്കൂ, അതിനുശേഷം ഒരു കോമഡി റോഡ് ഷോ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. അവരാണ് യുദ്ധം ജയിച്ചത് എന്ന രീതിയിൽ. അത് നയിച്ചത് അഫ്രീദിയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായതാണ്. അതേ അഫ്രീദിയാണ് ദുബായിൽ വന്ന് മലയാളി സംഘടനയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വന്നില്ല എന്ന് പറയുമ്പോഴും ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോഴും ഈ രണ്ടു താരങ്ങൾ അവിടെ എത്തുന്നു, ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. ഇതിന് പിന്നിൽ എന്തെന്ന അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരില്ലേ? കൃഷ്ണരാജ്, ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതൊരു ചെറിയ സംഭവമല്ല. നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഭീകര സംഘടനകളുടെ റാലിയെയൊക്കെ നയിക്കുന്ന ആളാണ് ഈ അഫ്രീദി. അഫ്രീദി നടത്തിയ റാലിയിൽ തോക്കുകളും ഉൾപ്പെടെ ഏന്തിക്കൊണ്ടാണ്, തോക്കുകളുമായി ഈ ബൈക്കിൻ്റെ പുറകിലൊക്കെ ഇരുന്നാണ് ഈ തീവ്രവാദികൾ റാലി നടത്തുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു റാലി നടത്തിക്കഴിഞ്ഞാൽ റാലി നടത്തുന്ന ആളുകളെല്ലാം പിന്നീട് ജയിലിലായിരിക്കും കുറച്ച് ദിവസം. കാരണം നമ്മുടെ ജനാധിപത്യ സ്വഭാവത്തിൽ അത് അനുവദിക്കുന്നതല്ല. ഇത്തരം AK-47 അല്ലെങ്കിൽ ചെറിയ ഈ മിസൈലുകളോ ഒക്കെ പ്രകടനമാക്കി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണാറില്ല. നേരത്തെ അത് ജമ്മു കാശ്മീരിൽ വർഗീയ തീവ്ര സംഘടനകൾ നടത്തിയിരുന്നുവെങ്കിലും ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതോടുകൂടി അവിടെയും ഇപ്പോൾ ഇത്തരം കലാപരിപാടികളില്ല. അതിനാൽ തന്നെ ഈ പാകിസ്ഥാനിൽ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ റാലികൾക്കൊക്കെ മുന്നിൽ അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഷാഹിദ് അഫ്രീദി എന്നത്. അതിനാൽ അഫ്രീദിയെ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇയാളുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തീർച്ചയായിട്ടും ഈ മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘടന നടത്തിയിട്ടുള്ള ഈ ഒരു പ്രവൃത്തി, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധി പരാതികൾ ഇതിനകം തന്നെ ഇന്ത്യൻ എംബസിയിലും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിലും ഒക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായൊരു അന്വേഷണം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സംഘടന ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത്. അതായത് ഈ പാകിസ്ഥാൻ്റെ പേരിലുള്ള ഈ ഹാൾ ബുക്ക് ചെയ്ത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നേരത്തെ നമ്മുടെ ദുബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്തതുപോലെ ദുബൈ പോലെ ഒരു നഗരത്തിൽ ഒരു ഹാള് മാറ്റിയെടുക്കാൻ 1 മണിക്കൂറിൻ്റെ സമയം പോലും വേണ്ട. അത്രത്തോളം ഹാളുകളും അല്ലെങ്കിൽ പരിപാടികൾ നടത്താൻ മറ്റിഷ്ടം പോലെ സ്ഥലങ്ങളുള്ളതാണ്. അതിനാൽ തന്നെ ഏപ്രിൽ മാസം 22-ന് മുൻപാണ് ഇവർ ഈ ഹാൾ ബുക്ക് ചെയ്തതെങ്കിൽ തന്നെ ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായിട്ട് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും വലിയ സവിശേഷമായ സാഹചര്യം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അപ്രഖ്യാപിതമായ യുദ്ധം, അതൊരു പ്രഖ്യാപിത യുദ്ധം അല്ലെങ്കിൽ പോലും രണ്ട് രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായും വലിയ വിവാദമായി ഇതിനകം തന്നെ മാറിയിരിക്കുകയാണ്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണരാജ്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഷാഹിദ് അഫ്രീദിക്ക് ദുബായിൽ മലയാളി സംഘടനയുടെ സ്വീകരണം, അതാകട്ടെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ വച്ചായിരുന്നു. ഇതിന് പിന്നിൽ എന്തെന്ന അന്വേഷണം വേണ്ടിവരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.